ഹായ് പ്യാരെ വെച്ചോ നസാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, ഓണപരീക്ഷ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ക്രിസ്മസ് പരീക്ഷയിലേക്കാണ്. വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ സ്കൂളുകളിലൊക്കെ പാഠഭാഗങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പോകുന്നുണ്ട്. നിങ്ങളെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈലം ഫാക്കൽറ്റീസും അനസാറും ഒക്കെ റെഡിയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ 5ാം ക്ലാസ്സിലെ ഹിന്ദി തുടക്കക്കാർ എന്ന രീതിയിൽ നിങ്ങൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ ആളുകൾ അതൊക്കെ പറഞ്ഞു തരുമോ സാറേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും സെറ്റല്ലേ? യെസ്, നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദിനോം കെ നാം എന്നുള്ളതാണ്. അപ്പൊ എന്താ ദിനോം കെ നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നിങ്ങൾക്കറിയാം ഓൾറെഡി. ദിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസമാണ് എന്ന് എൻ്റെ മക്കൾക്കറിയാം അല്ലേ? അപ്പൊ നമുക്ക് ഏതെല്ലാം ദിവസങ്ങളുണ്ട് നമുക്ക് നോക്കാം അല്ലേ? സൺഡേ ഉണ്ട് അല്ലേ? സൺഡേ, ഞായർ, അതേപോലെ തിങ്കൾ, ചൊവ്വ അല്ലേ? ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പൊ ഇത്തരം ദിവസങ്ങളുണ്ട് അല്ലേ? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ അല്ലേ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഇതെങ്ങനെ ഹിന്ദിയിൽ നമുക്ക് സെറ്റാക്കും? ഹിന്ദിയിൽ എന്താണ് ഇതിനൊക്കെ പറയുക എന്നുള്ളത് എൻ്റെ മക്കൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും അല്ലേ? അപ്പൊ ഹിന്ദിയിൽ എന്താണ് പറയുക എന്ന് നോക്കാം. അപ്പൊ സൺഡേ അഥവാ ഞായറാഴ്ച ദിവസത്തിന് നമ്മൾ ഹിന്ദിയിൽ രവിവാർ എന്നാണ് പറയുന്നത് അല്ലെ? രവിവാർ എന്നാണ് ഞായറാഴ്ച ദിവസത്തിന് പറയുന്നത്. തിങ്കളാഴ്ച ദിവസത്തിന് സോമവാർ എന്നാണ് പറയുന്നത്. സോമവാർ അല്ലേ? അതേപോലെ ചൊവ്വാഴ്ചക്ക് മംഗളവാർ. മംഗൾവാർ എന്ന് നമ്മൾ എന്ത് ചെയ്യും? ചൊവ്വാഴ്ചക്ക് പറയും. അതേപോലെ ബുധവാർ എന്നാണ് ബുധനാഴ്ചക്ക് പറയുക. അപ്പം പെട്ടെന്ന് കണക്റ്റ് ആണ്. ബുധവാർ, ബുധനാഴ്ച അല്ലെ? നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് വരുന്നത് ഗുരുവാർ അല്ലെ? ഗുരുവാർ, ഗുരുവാർ വ്യാഴാഴ്ച ദിവസം ഇതിനാണ് നമ്മൾ ഗുരുവാർ എന്ന് പറയാം. അതേപോലെ വെള്ളിയാഴ്ച ദിവസം ശുക്രവാർ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ? ശുക്രവാർ എന്നാണ് വെള്ളിയാഴ്ച ദിവസത്തിന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച ദിവസം നമ്മൾ എന്താ പറയുക? ശനിവാർ എന്നാണ് ശനിയാഴ്ച ദിവസം നമ്മൾ പറയുന്നത്. അപ്പൊ ഏതെല്ലാമാണ് നമുക്ക് ആ ദിവസങ്ങൾ നോക്കാം. അപ്പൊ ഞായറാഴ്ച ദിവസം അഥവാ നമുക്ക് വരുന്ന ആ സൺഡേ എന്നതിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, അതേപോലെ ശുക്രവാർ, അതേപോലെ ശനിവാർ. ഇത്തരത്തിലാണ് നമ്മൾ ദിവസങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ ഈ വീഡിയോയോട് കൂടി എൻ്റെ എല്ലാ മക്കളും പഠിച്ചിരിക്കണം. ഒരിക്കൽ കൂടി അനസാർ പറയാം. ഞായറാഴ്ച ദിവസം രവിവാർ അല്ലേ? അതേപോലെ തിങ്കളാഴ്ച ദിവസം സോമവാർ എന്നാണ് നമ്മൾ പറയുന്നത്. ചൊവ്വാഴ്ച ദിവസം മംഗൾവാർ എന്നാണ് പറയുന്നത്. ബുധനാഴ്ച ദിവസം ബുധവാർ എന്നാണ് പറയുന്നത്. വ്യാഴാഴ്ച ദിവസം ഗുരുവാർ എന്നാണ് നമ്മൾ പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം ശുക്രവാർ എന്നാണ് നമ്മൾ പറയുന്നത്. ശനിയാഴ്ച ദിവസം ശനിവാർ എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആർക്കെങ്കിലും ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന മക്കളുണ്ടാവും. ആർക്കെങ്കിലും ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യണം. ഇനി തുടർന്ന് അങ്ങോട്ട് വരുന്ന 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഡയറി എഴുതുമ്പോഴും ലെറ്റർ എഴുതുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ദിവസങ്ങൾ നമുക്ക് അറിയണം. നമ്മൾ ലീവുള്ള സമയത്ത് നമ്മുടെ കൂട്ടുകാരനൊക്കെ ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന ദിവസം അല്ലെ? ചൊവ്വാഴ്ചയാണ് ലീവെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? മംഗൾവാർ അല്ലെ? അത്തരത്തിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ ഹിന്ദി ദിവസങ്ങൾ കൂടുതൽ നിങ്ങൾ കൂട്ടുകാരുമായി കണക്ട് ചെയ്ത് ഈ ദിവസങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വീഡിയോയോട് കൂടി അനസാറിന്റെ ഈ വീഡിയോയോട് കൂടി ദിവസങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, ഹിന്ദിയിൽ മനസ്സിലാക്കിയല്ലോ. യെസ്, അഗല ക്ലാസ് മേ അനസാർ ഫിർ മിലേഗാ. സബ്കാ बहुत बहुत शुक्रिया. बाय बाय.